ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് ചാർജിന്റെ SI യൂണിറ്റിനെ കുറിച്ചാണ്. എന്താണ് SI യൂണിറ്റ് ഓഫ് ചാർജ്? കൂളൂംബ്. സിമ്പിൾ ക്യാപിറ്റൽ C ആണ്. അപ്പോൾ നമുക്ക് +2 ഏകദേശം 5ഓളം യൂണിറ്റുകൾ ഡിഫൈൻ ചെയ്യാനുണ്ട്. ഒന്നാമത്തെ പാഠത്തിലെ യൂണിറ്റാണ് കൂളൂംബ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു the force between two charges in free space. അതാണ് കൂളൂംബ് ഫോഴ്സ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് F is equal to 9 into 10 raised to 9 Q1 Q2 by R square. ഞാൻ ആ Q1നും Q2വിനും ഒരേ കൂളൂംബ് എന്ന് കൊടുത്തു, ആ R-ന് 1 മീറ്റർ എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കൂളൂംബ് ഫോഴ്സിന്റെ വാല്യൂ 9 into 10 raised to 9 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പൊ ഞാൻ അടുത്തൊരു ഫിഗറിൽ വരച്ചിട്ടുണ്ട്. നമ്മുടെ പോസിറ്റീവ് ചാർജിന് പകരം ഞാൻ അവിടെ ഒരു 1 കൂളൂംബാണ് വെച്ചിരിക്കുന്നത്. അപ്പുറത്ത് 1 മീറ്റർ അകലത്തിലായിട്ട് വേറൊരു 1 കൂളൂംബ് ചാർജ് വെച്ചിട്ടുണ്ട്. അവയ്ക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് F is equal to 9 into 10 raised to 9 ന്യൂട്ടൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് 1 കൂളൂംബ് ചാർജ്? എന്താണ് 1 കൂളൂംബ് ചാർജ്? ഒരു ചാർജ് 1 കൂളൂംബ് ആണ് എങ്കിൽ അത് തീർച്ചയായിട്ടും വേറൊരു 1 കൂളൂംബ് ചാർജിൽ നിന്നും 1 മീറ്റർ അകലത്തില് ഫ്രീ സ്പേസിൽ ഇരിക്കണം. അപ്പൊ രണ്ടും സെയിം ചാർജുകളായതുകൊണ്ട് രണ്ടും ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാകും. ആ റിപ്പൽസീവ് ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9 into 10 raised to 9 ന്യൂട്ടൺ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഡെഫിനിഷൻ SI യൂണിറ്റ് ഓഫ് ചാർജ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ പറയുക: ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഗിവൺ ബൈ F is equal to 9 into 10 raised to 9 Q1 Q2 by R square. Q1 ഉം Q2 ഉം 1 കൂളൂംബ് ആണ്, R എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എങ്കിൽ F is equal to 9 into 10 raised to 9 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് 1 കൂളൂംബ്? 1 കൂളൂംബ് ഈസ് ദാറ്റ് ചാർജ്. ആ ചാർജ് 1 കൂളൂംബ് ആകും. ഏത് ചാർജ്? വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ് അറ്റ് എ ഡിസ്റ്റൻസ് 1 മീറ്റർ. അതിന് നമ്മൾ 1 മീറ്റർ അകലത്തില് ഫ്രീ സ്പേസിൽ വെച്ചിരിക്കുന്നു. എവിടെ നിന്നും? ഫ്രം ആൻ ഈക്വൽ ആൻഡ് സിമിലർ ചാർജ്. തുല്യവും സിമിലറുമായിട്ടുള്ള ഒരു ചാർജിൽ നിന്നും 1 മീറ്റർ അകലത്തിൽ വെച്ചിരിക്കുന്നു. അവയ്ക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 9 into 10 raised to 9 ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ ഒന്നുകിൽ ഇത് കാണാതെ പഠിക്കേണ്ട, പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ ചാർജാണ് 1 കൂളൂംബ്. 1 കൂളൂംബ് ഈസ് ദാറ്റ് ചാർജ് which when placed in free space at a distance 1 meter from an equal and similar charge repels with a force of 9 into 10 raised to 9 ന്യൂട്ടൺ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ചാർജ് 1 കൂളൂംബ് ആണ് എന്ന് പറയണമെങ്കിൽ അത് വേറൊരു 1 കൂളൂംബിൽ നിന്നും 1 മീറ്റർ അകലത്തിലിരിക്കുന്ന ചാർജ് ആവുകയും അത് അവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 9 into 10 raised to 9 ന്യൂട്ടൺ ആവുകയും വേണം. അപ്പൊ ഇതാണ് SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. എന്താണ്? കൂളൂംബ്. വാട്ട് ഈസ് 1 കൂളൂംബ്? 1 കൂളൂംബ് ഈസ് എ ചാർജ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ് അറ്റ് എ ഡിസ്റ്റൻസ് 1 മീറ്റർ ഫ്രം ആൻ ഈക്വൽ ആൻഡ് സിമിലർ ചാർജ് റിപ്പൽസ് വിത്ത് എ ഫോഴ്സ് ഓഫ് 9 into 10 raised to 9 ന്യൂട്ടൺ. അപ്പൊ നമ്മള് ചാർജിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ചാർജിന്റെ SI യൂണിറ്റ്? കൂളൂംബ്. അപ്പോ കൂളൂംബ് ഒരു സയന്റിസ്റ്റിന്റെ പേരായതുകൊണ്ട് യൂണിറ്റിന്റെ സിമ്പൽ ക്യാപിറ്റൽ C കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. നമ്മൾ പഠിച്ചു കൂളൂംബ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്, 2 പോയിന്റ് ചാർജസ് ഇൻ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് F is equal to 1/4πε0 Q1 Q2 by R square ആണ്. ഫ്രീ സ്പേസിൽ 1/4πε0 9 into 10 raised to 9 ന്യൂട്ടൺ ആണ്. Therefore F is equal to 9 into 10 raised to 9 ന്യൂട്ടൺ. What is 1 coulomb? 1 coulomb is that charge which when placed in free space at a distance of 1 meter from an equal and similar charge repels with a force of 9 into 10 raised to 9 ന്യൂട്ടൺ. ഇപ്പൊ രണ്ടും എന്താണ്? ഈക്വൽ ആൻഡ് സിമിലർ ചാർജ് തന്നെ വരണമെന്നില്ല. അത് നെഗറ്റീവ് ചാർജ് ആണ് എങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ എന്ന് പറയേണ്ട, there exists a force of 9 into 10 raised to 9 ന്യൂട്ടൺ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്?
one coulomb is that charge which when placed in free space at a distance of 1 meter from an equivalent similar charge repels with a force of 9 into 10 raised to 9 Newton. CGS സിസ്റ്റത്തിന് ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ESU എന്നാണ്. എന്താണ് ESU? ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഓഫ് ചാർജ് എന്നാണ്, അല്ലെങ്കിൽ അതിനെ സ്റ്റാറ്റ് കൂളൂംബ് എന്നാണ് പറയുന്നത്. സിമ്പൽ എന്ന് പറയുന്നത് സ്റ്റാറ്റ് എന്ന് എഴുതിയിട്ട് ക്യാപിറ്റൽ C കൊടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ചോദ്യമാണ്. അപ്പോൾ എന്താണ് CGS യൂണിറ്റ് ഓഫ് ചാർജ്? എന്താണ് CGS യൂണിറ്റ് ഓഫ് ചാർജ്? ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഓഫ് ചാർജ് അല്ലെങ്കിൽ സ്റ്റാറ്റ് കൂളൂംബ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഓഫ് ചാർജ്? ESU ഓർ സ്റ്റാറ്റ് കൂളൂംബ് എന്നാണ്. അപ്പോൾ ഇതാണ് ചാർജിന്റെ യൂണിറ്റ്. അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നമുക്ക് പഠിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലെ? എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. എന്താ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്? എല്ലാ മാസുകൾക്ക് ചുറ്റും ഒരു നിശ്ചിത റീജിയൻ വരെ അതിന് മറ്റു മാസുകളെ ആകർഷിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സിമ്പിളായി പറഞ്ഞു, ദ സ്പേസ് അറൌണ്ട് എ മാസ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഒരു മാസിന് ചുറ്റുമുള്ള സ്പേസിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് ആ ഫീൽഡിന്റെ പ്രത്യേകത? ആ റീജിയനകത്തേക്ക് വേറെ മാസ് വന്നാൽ അത് ആ മാസിനടുത്തേക്ക് ആകർഷിക്കപ്പെടും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഭൂമിയിൽ നിന്നും വളരെ ഉയരത്തിലിരിക്കുന്ന വസ്തു ഒരിക്കലും ഭൂമിയിലേക്ക് വീഴില്ല. അവർ തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകും. എന്നാൽ ഭൂമിയിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിൽ, അതായത് നമ്മളൊരു പേന എടുത്ത് കയ്യിൽ വെച്ചിട്ട് താഴേക്ക് ഇട്ടാൽ അത് തീർച്ചയായും താഴേക്ക് വീഴും. അത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ്. കാരണം ഭൂമി ആ വസ്തുവിനെ ആകർഷിക്കുന്നു. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനകത്താണ് ആ പേന ഇരുന്നത്. അതുകൊണ്ട് ആ പേന നേരെ താഴേക്ക് വീഴും. അങ്ങനെ ഒരു മാസിന് മറ്റൊരു മാസിനെ തന്നിലേക്ക് ആകർഷിക്കുവാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. നമുക്കത് വിഷ്വലായിട്ട് അറിയാൻ പറ്റുന്നൊരു സംഭവം ഒരു മാഗ്നറ്റ് ആണ് അല്ലേ? ഒരു മാഗ്നറ്റ് എടുത്ത് വെക്കുക, എന്ത് ചെയ്യും? ദൂരെയായിട്ട് വേറെ മാഗ്നറ്റ് വെക്കുക. അവർ തമ്മിൽ അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ഒന്നുമില്ല. എന്നാൽ ആ രണ്ടാമത്തെ മാഗ്നറ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്? പതുക്കെ നീക്കി ഒന്നാമത്തതിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു നിശ്ചിത റീജിയൻ കഴിയുമ്പോൾ അവർ തമ്മിൽ ഒന്നുകിൽ നോർത്ത് വേണമെങ്കിൽ റിപ്പൽ ചെയ്യും, നോർത്ത് സൗത്തുമാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ എന്താണ്? ദ സ്പേസ് അറൌണ്ട് എ മാഗ്നറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള സ്പേസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അതിനകത്തേക്ക് വേറെ മാഗ്നറ്റ് വന്നാൽ അതിന് ആ മാഗ്നറ്റിനെ ആകർഷിക്കുവാനോ വികർഷിക്കുവാനോ കഴിയും. അപ്പൊ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്? ചാർജിന് ചുറ്റുമുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ഈസ് എ സ്പേസ് അറൌണ്ട് എ ചാർജ്. എന്താണ് ആ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രത്യേകത? ആ പറയുന്ന ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിനകത്തേക്ക് വേറൊരു ചാർജ് വന്നാൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ചാർജ് വന്നാൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ എന്തായാലും ഒരു ചാർജിന് മറ്റൊരു ചാർജിന്മേൽ ബലം കൊടുക്കാൻ പറ്റും ഒരു നിശ്ചിത റീജിയൻ വരെ. ആ റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇറ്റ് ഈസ് ദ സ്പേസ് അറൌണ്ട് എ ചാർജ് വെയർ അനദർ ചാർജ് എക്സ്പീരിയൻസസ് ആൻ ഇലക്ട്രിക് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനിഷൻസിലേക്ക് നമുക്ക് വരാം. എന്താണ്? ഇറ്റ് ഈസ് എ സ്പേസ് അറൌണ്ട് എ ചാർജ് വെയർ അനദർ ചാർജ് എക്സ്പീരിയൻസസ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഒരു ചാർജിന് ചുറ്റുമുള്ള സ്പേസ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. അവിടെ വരുന്ന മറ്റ് ചാർജുകളിന്മേൽ ഒരു ബലം അനുഭവപ്പെടും. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ റീജിയൻ ഇൻ വിച്ച് എ ചാർജ് എക്സേർട്ട് ഫോഴ്സ് ഓൺ അനദർ ചാർജ്. ഒരു ചാർജിന് മറ്റൊരു ചാർജിന്മേൽ ബലം കൊടുക്കാൻ പറ്റുന്ന അതിന് ചുറ്റുമുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സ്പേസ് അറൌണ്ട് എ ചാർജ് വെയർ ഇറ്റ്സ് ഇലക്ട്രിക് ഇൻഫ്ലുവൻസ് ഈസ് ഫെൽറ്റ്. ഒരു ചാർജിന് ചുറ്റുമുള്ള സ്പേസിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അവിടെ അതിന്റെ ഇലക്ട്രിക് ഫോഴ്സിന്റെ സാന്നിധ്യം ഉണ്ടാകണം. അപ്പോൾ ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഇലക്ട്രിക് ഫോഴ്സിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ മറ്റു ചാർജുകളിന്മേൽ ബലം കൊടുക്കാൻ കഴിയുന്നുള്ള ആ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഈ 3 ഡെഫിനിഷനും പഠിക്കണമെന്നല്ല, അപ്പൊ ഇത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിൽ ഏതെങ്കിലും വരണം. അപ്പൊ എന്തായാലും ഇറ്റ് ഈസ് എ സ്പേസ്, സിംപ്ലി ഇറ്റ് ഈസ് എ സ്പേസ് അറൌണ്ട് എ ചാർജ് വെയർ
another charge experiences an electric force. ഒരു ചാർജിന് ചുറ്റുമുള്ള പ്രതലമാണ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു നിശ്ചിത റീജിയൻ വരെ മാത്രമേ ആ ഫീൽഡ് നിലനിൽക്കൂ. അതിനകത്തേക്ക് വേറെ ചാർജ് വന്നാൽ തീർച്ചയായിട്ടും അതിന്മേലൊരു ബലം അനുഭവപ്പെടും. ആ സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. തീർച്ചയായിട്ടും നമുക്കതിനെ മെഷർ ചെയ്യണം. ആ മെഷറിംഗ് വാല്യൂവിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ക്യാപിറ്റൽ ഇ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ പേര് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്നാണ്. ഇതിനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. നമ്മുടെ ഫിഗറിൽ ഞാനൊരു പോസിറ്റീവ് ചാർജിനെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു വലിയ സർക്കിൾ വരച്ചു വെച്ചിട്ടുണ്ട്. ആ സർക്കിള് അതിന്റെ ഇലക്ട്രിക് ഫീൽഡാണ് എന്നാണ് അർത്ഥം. എന്നിട്ട് ആ ചാർജിൽ നിന്ന് ഞാൻ കുറച്ച് അകലത്തിലായിട്ട് ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ Q0 എന്ന് പറയുന്ന ഒരു ചാർജിനെ വെച്ചിട്ടുണ്ട്. ഈ Q എന്ന് പറയുന്ന ചാർജ് ആരാണ്? ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആ ചാർജാണ് എന്തുണ്ടാക്കുന്നത്? ഇലക്ട്രിക്. അതാണ് ശരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. ഈ Q0നെ നമ്മൾ വിളിക്കുന്ന പേര് ടെസ്റ്റ് ചാർജ് എന്നാണ്. Q0യുടെ പ്രത്യേകത, Q0ക്ക് ചാർജ് ഉണ്ട്, പക്ഷെ ആ ചാർജ് ഇൻഫിനിറ്റെസിമലി സ്മാൾ ആണെന്ന് പറയുന്നത്. അതായത് നമ്മൾ തൽക്കാലം വളരെ ചെറുതാണ് എന്നെടുക്കുക. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ചാർജും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, രണ്ടാമത്തെ ചാർജും ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഫീൽഡ് ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ വയ്ക്കുന്ന ടെസ്റ്റ് ചാർജിന് ചാർജ് ഇല്ല എന്ന് കണക്കാക്കുക. ചാർജ് ഉണ്ട് എങ്കിൽ തന്നെ അത് വളരെ ചെറുതായിരിക്കണം. ആ ചാർജിന്റെ വാല്യൂ കൂടിയാൽ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യും. അപ്പോൾ നമ്മുടെ സോഴ്സ് ഓഫ് ചാർജ് Q ആണ്. ആ സോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ചാർജ് എന്താണ്? കുറച്ച് അകലെ ഉണ്ടാക്കിയ ഒരു പോയിന്റ് ആണ്. O എന്ന് പറയുന്നൊരു പോയിന്റ് എടുത്തു. ആ O എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചു. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിനകത്തേക്ക് വേറൊരു ചാർജ് വന്നാൽ തീർച്ചയായിട്ടും അതിലെന്തുണ്ടാകും? ബലം ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫോഴ്സ്. അനുഭവപ്പെടുന്ന ഫോഴ്സ് ഏത് പോയിന്റിലാണോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്തേണ്ടത് അവിടെ എന്ത് ചെയ്യുക? ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കുക. ടെസ്റ്റ് ചാർജിന്റെ കാര്യം മനസ്സിലായല്ലോ. ഇതാണ് ടെസ്റ്റ് ചാർജിന്റെ പ്രത്യേകത. അതിന്റെ ചാർജ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതായത് അതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് മറ്റേ ഇലക്ട്രിക് ഫീൽഡിനെ എന്ത് ചെയ്യാൻ പാടില്ല? അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വേരി ചെയ്യും. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? Electric field intensity at any point is defined as the force experienced by a unit positive test charge placed at that point. ഇപ്പോൾ ടെസ്റ്റ് ചാർജ് എന്ന് എഴുതിയില്ലെങ്കിലും യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് എഴുതിയാലും മതി. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. നമ്മൾ പഠിച്ചു ഒരു ചാർജ് ചുറ്റുമുള്ള സ്പേസ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അവിടെ എല്ലായിടത്തും ആ റീജിയനിലെല്ലാം ഇലക്ട്രിക് ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ അവിടെ എന്ത് ചെയ്യുക? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവയ്ക്കുക. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. കണ്ടോ? ഇക്വേഷൻ E = F/Q0. Q0 ആരാണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പൊ അതിന്റെ വില 1. അപ്പൊ എത്ര കിട്ടും? E = F. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി the ഫോഴ്സ്. അപ്പൊ സിമ്പിളായി പറഞ്ഞാൽ എങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. വളരെ സിമ്പിളായി പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ദി ഫോഴ്സ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ ആരാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ആരാണ്? F, ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു ദി ഫോഴ്സ്. ആരിലാണ് ആ ഫോഴ്സിനെ പെടുന്നത്? ദിസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചാർജ് ചുറ്റുമുള്ള സ്പേസ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂവിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്താൻ ആ പോയിന്റിൽ എന്ത് ചെയ്യുക? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ആ ചാർജിൽ അനുഭവപ്പെടുന്ന ബലത്തെ കണ്ടെത്തുക. ആ ബലമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ് is defined as the force experienced by a unit positive charge
placed at that point. That is E is equal to F by Q0. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? നമ്മൾ പഠിച്ചു അതൊരു ഫോഴ്സ് ആണ്. ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. Therefore, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ദിശ എങ്ങോട്ടായിരിക്കും? അതിനൊരു ദിശയുണ്ട്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ദിശ വരയ്ക്കാൻ പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി directed from positive to negative. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഒരു പോയിന്റ് ചാർജ് ഒരു നിശ്ചിത അകലത്തിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഉത്തരം എത്രയാണ് എന്ന് കണക്കാക്കണം. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഞാനൊരു പോയിന്റ് ചാർജിനെ എടുത്തു. പ്ലസ് ക്യൂ ആണ്, ഒരു പോസിറ്റീവ് ചാർജാണ്. അതിന് ഞാൻ ഫ്രീ സ്പേസിൽ വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിൽ ഞാനൊരു പോയിന്റ് എടുത്തു, O എന്ന് പറയുന്ന പോയിന്റ്. അവിടെ ഞാനൊരു ടെസ്റ്റ് ചാർജ് വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റ് ചാർജാണ് Q0. അപ്പോൾ നമ്മൾ പഠിച്ചു രണ്ട് ചാർജുകളുണ്ട്, Qവും Q0യും. അവർ തമ്മിലുള്ള അകലം R ആണ്. അങ്ങനെയാണെങ്കിൽ കൂളൂംസ് ലോ പറയുന്നത് F is equal to 1/4πε0 Q0/R² എന്നാണ്. അപ്പൊ നമുക്ക് വേണ്ടത് കൂളൂം ഫോഴ്സ് അല്ല, പകരം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്തണം. എന്തായിരുന്നു ഡെഫിനിഷൻ പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E എന്ന് പറയുന്നത് F/Q0 എന്നെടുക്കുക. ടെസ്റ്റ് ചാർജിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/4πε0 Q0/R²നെ Q0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ Q0യും വെട്ടിപ്പോകും. നമുക്ക് ആൻസർ എത്ര കിട്ടി? E is equal to 1/4πε0 Q/R² എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡെറിവേഷൻ. ഒരിക്കൽ കൂടി പറയാം. കൺസിഡർ എ ചാർജ് പ്ലസ് Q ഇൻ ഫ്രീ സ്പേസ്. ലെറ്റ് O be a point at a distance R from the charge. അതിന്റെ പടമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇമാജിൻ a test charge Q0 is placed at O. Then according to Coulomb's law, F is equal to 1/4πε0 Q0/R². Therefore, electric field intensity at O by definition E is equal to F/Q0 എന്നാണ്. അപ്പൊ എത്ര കിട്ടും? ആ Q0യും വെട്ടിപ്പോകും. E is equal to എത്ര കിട്ടി? 1/4πε0 Q/R². അപ്പൊ ഇതാണ് ഒരു പോയിന്റ് ചാർജ് ഒരു നിശ്ചിത അകലത്തിലുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. ഇൻ ജനറൽ E is equal to 1/4πε0 ചാർജ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ എന്നാണ്. മനസ്സിലായോ? അപ്പോ നമ്മുടെ ചാർജ് Q ആണ്. ക്യൂവിൽ നിന്നും X ഡിസ്റ്റൻസ് അകലത്തിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ പറഞ്ഞാൽ E is equal to 1/4πε0 the magnitude of charge Q divided by distance x ആണെങ്കിൽ x² എന്ന് കൊടുക്കുക. അപ്പോൾ ഇതാണ് ബേസിക് ഇക്വേഷൻ. ഒരു ചാർജിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടെത്താൻ E is equal to 1/4πε0 into charge by distance square എന്ന് കണക്കാക്കുക. E is equal to 1/4πε0 charge divided by distance square. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അടുത്ത ടോപ്പിക് ഇലക്ട്രിക് ഡൈപോൾ ആണ്. എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? രണ്ട് പൊളാരിറ്റി ഉണ്ട്. പൊളാരിറ്റി മീൻസ് ഇവിടെ രണ്ട് ചാർജുകളാണ്, പോസിറ്റീവും നെഗറ്റീവും. എ പെയർ ഓഫ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ തുല്യവും വിപരീതവുമായ രണ്ട് ചാർജുകൾ വളരെ ചെറിയ അകലത്തിലിരുന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. ഞാൻ അതിന്റെ പടം വരച്ചിട്ടുണ്ട്. രണ്ട് ചാർജുകൾ കണ്ട, ഒരു പോസിറ്റീവ് ചാർജും ഒരു മൈനസ് ചാർജും. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ചാർജുകളാണ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഞാൻ അതിനെ 2a എന്നാണ് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ സ്കൂളിൽ 2l എന്ന് എഴുതും. അപ്പോൾ സാധാരണ ആദ്യകാലത്ത് 2l ആണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഡെറിവേഷൻസിലെല്ലാം 2a എന്നാണ് കൊടുക്കുന്നത്.
രണ്ടായാലും ഉത്തരം തെറ്റല്ല. അപ്പോൾ എന്തായാലും ഈ 2L എന്ന് കൊടുക്കാനുള്ള കാരണം നമ്മളിതിനെ ഈ ഡൈപോളിനെ മാഗ്നറ്റിക് ഡൈപോളും മാഗ്നറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള നീളത്തെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ ഡെറിവേഷൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ 2A എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? എ പെയർ ഓഫ് two equal and opposite charges separated by a very small distance is called electric dipole. ഈ ഡൈപോളിന്റെ പ്രോപ്പർട്ടിയാണ് ഡൈപോൾ മൊമെന്റ്. അപ്പൊ എന്താണ് ഡൈപോൾ മൊമെന്റ് എന്ന് നോക്കാം. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ആ ഡൈപോളിന്റെ ചാർജിനെ, അതായത് രണ്ട് ചാർജും സെയിം ആണ്, അപ്പൊ ഏതെങ്കിലും ഒരു ചാർജിനെ ആ ഡൈപോളിന്റെ നീളം അല്ലെങ്കിൽ ആ ചാർജുകൾ തമ്മിലുള്ള അകലം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താണ്? ഡൈപോൾ മൊമെന്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ഡൈപോൾ മൊമെന്റിനെ പി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതാണ് പിയുടെ മുകളിൽ ഇങ്ങനെ ആരോ കൊടുത്തിട്ടുണ്ട്. പി ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ചാർജ് എത്രയാണ്? ക്യൂ ഇൻറ്റു ആ ചാർജുകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഡൈപോളിന്റെ നീളം എത്രയാണ്? 2A. ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഡൈപോൾ മൊമെന്റ് പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2A. അതിന്റെ യൂണിറ്റ് പ്രോബ്ലം പാർട്ടിൽ നമുക്ക് വേണം. ചാർജിന്റെ യൂണിറ്റ് കുളുംബാണ്. 2A എന്നാൽ ദൂരമാണ്. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുന്നത് കുളുംബ് മീറ്റർ ആണ്. ഡൈപോൾ മൊമെന്റ് ഓഫ് എ ഡൈപോൾ ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. എത്രയാണ് അതിന്റെ, ഏതാണ് അതിന്റെ ദിശ? ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ഡയറക്റ്റഡ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. തൊട്ട് മുൻപിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതിന്റെ ദിശ എവിടെ നിന്നും അങ്ങോട്ടാ? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ട്. എന്നാൽ ഡൈപോൾ മൊമെന്റ് ദിശ എങ്ങനെയാണ്? അതിന് ഓപ്പോസിറ്റ്, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഡൈപോളും അതുപോലെ തന്നെ ഡൈപോൾ മൊമെന്റും. മനസ്സിലാവുമല്ലോ?